ഹായ് ഗൈസ്, ഇറ്റ്സ് പൂജ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്ന കാര്യം എന്താണെന്നറിയും? നമ്മുടെ ലൈഫിൽ നമ്മൾ നിറയെ പേര് കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് തെറി വിളിക്കുക. റോഡ് സൈഡിൽ നിറയെ ചേട്ടന്മാർ ചേച്ചിമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരാരാണെന്ന് പോലും അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ മനസ്സിൻ്റെ സമനില തെറ്റി നടക്കുന്ന ഒരുപാട് ആൾക്കാർ. അതിൻ്റെയൊക്കെ ഒരു കോർ അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ആയിട്ടുണ്ടാവുക? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഈ പ്രതീക്ഷകൾ തെറ്റുമ്പോഴാണ് ഒരു വ്യക്തിൻ്റെ മേലെയോ ഒരു കാര്യത്തിൻ്റെ മേലെയോ നമ്മൾ അതിയായ പ്രതീക്ഷ വെച്ച് അത് തെറ്റുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസം വെച്ചിട്ട് അത് വഞ്ചിക്കപ്പെടുമ്പോൾ വരുന്നൊരു മാനസികാവസ്ഥയാണത്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ മനസ്സിന് നമുക്കൊരു കട്ടി വേണം, ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് പലപ്പോഴും ഒരാളുടെ സപ്പോർട്ട് എപ്പോഴും ഒരു ആവശ്യമുണ്ട്. അത് അത് ജീവനുള്ളൊരു വസ്തുവായിരിക്കാം, ജീവനില്ലാത്തൊരു വസ്തുവായിരിക്കാം, അത് ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം. അങ്ങനെ ഒരു നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തള്ളപ്പെടുന്നത്. അതിന് മേജറായിട്ടുള്ളൊരു റീസൺ എനിക്ക് തോന്നുന്നു, നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് ആരുമില്ല എന്നൊരു തോന്നൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറയുന്നത് കേൾക്കാനോ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല എന്നുള്ളൊരു റീസൺ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു, നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന, നമ്മളറിയുന്ന നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അവരുടെ അടുത്തൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക. അവർ പറയുന്നത് എന്താണെന്ന് കുറച്ച് ടൈം മാറ്റി വെച്ച് അത് കേൾക്കാൻ നിൽക്കുക. അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒരാൾക്ക് എത്ര പൈസ കൊടുത്താലും എന്തൊക്കെ നമ്മൾ ലോകത്ത് ചെയ്താലും ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈം, അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ കൊടുക്കുന്ന ടൈം, അതിൻ്റെ വില അതൊരിക്കലും എന്താ പറയുക, ഒരു ഇൻഫിനിറ്റ് എന്ന് വേണം പറയാൻ. സോ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ഒരു ചെറിയ ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയ ഒരു ചെറിയ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക് യു, ബൈ.